ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥും ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണ്. എന്നാൽ ഇവരുടെ സർക്കാരുകൾ തമ്മിൽ ഇപ്പോൾ നേർക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. കാര്യം വേറെ ഒന്നുമല്ല, കുംഭമേളയാണ് കാരണം. നമുക്കറിയാം ഉത്തർപ്രദേശിൽ ഇപ്പോൾ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഗംഗയിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കുടിക്കാൻ പോയി കുളിക്കാൻ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ആ വെള്ളം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളത്. കാരണം ആ വെള്ളത്തിൽ ഇപ്പോൾ ഫീക്കൽ കോളിഫോം ബാക്ടീരിയയുടെ പ്രസൻസ് കൂടി വരുന്നു എന്നാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ഒരു കാര്യം മുഴുവനായിട്ടും റിജക്ട് ചെയ്തിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഉത്തർപ്രദേശ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഉത്തർപ്രദേശ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരവും ഈ ഒരു വെള്ളം ഹൈലി കണ്ടാമിനേറ്റഡ് ആണെന്ന് അവരുടെ റിപ്പോർട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ യോഗി ആദിത്യനാഥ് ഈ മുഴുവൻ റിപ്പോർട്ടുകളും റിജക്ട് ചെയ്യുകയും ആ വെള്ളം, അതായത് ഗംഗയിലെ വെള്ളം കുളിക്കാൻ മാത്രമല്ല കുടിക്കാനും ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പം ആര് പറയുന്നത് എടുക്കണം? കാരണം യോഗി ആദിത്യനാഥിന് സിക്സ്ത് സെൻസ് ഉണ്ടോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി? കാരണം സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടാണുള്ളത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അതുപോലെ തന്നെ ഉത്തർപ്രദേശ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും, അതായത് സ്റ്റേറ്റിലെ ഉത്തർപ്രദേശ് കൺട്രോൾ ബോർഡും അതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഈ വെള്ളം കുടിക്കാൻ പോയിട്ട് കുളിക്കാൻ പോലും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം. അതേ സാഹചര്യത്തിലാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ അത് ഉപയോഗിക്കാം എന്ന് പറയുന്നത്. അതായത് കുടിക്കാനുള്ള സ്റ്റാൻഡേർഡ് ആ വെള്ളത്തിനുണ്ട് എന്നാണ്, കുളിക്കാനല്ല കുടിക്കാനുമുള്ള സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആരുടേതാണ് ഇപ്പോൾ വിശ്വസിക്കേണ്ടത്? ആളുകളുടെ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുക. ഫെസ്റ്റിവൽ നടത്തണ്ട എന്നല്ല, ഫെസ്റ്റിവൽ നടത്തണം, പക്ഷെങ്കിൽ ആരോഗ്യത്തിനും അതുപോലെ തന്നെ പ്രയോറിറ്റി കൊടുക്കണം. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞിട്ടുള്ളത് ഇനിയും അതിലേക്ക് ആളുകൾ ഇറങ്ങുന്നതിനെ ഈ ഒരു കണ്ടാമിനേഷൻ ഇനിയും അധികരിക്കും എന്നാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.